ഇങ്ങനെ പറയുന്നു: അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ ഒരേ സ്ഥലത്താണെങ്കിലും ഒരു സിംഗിൾ റൂഫിലാണെങ്കിലും രണ്ടാവശ്യങ്ങളാണ്. ഫ്രഷ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കേണ്ടത് അനുഭവങ്ങളാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം കിട്ടും. മറ്റുള്ളവർ ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ വിശ്വാസം ഇല്ലാതെ വരും. അതാണ് വിഷയം. അതിൻ്റെ വരുന്ന പ്രശ്നം, ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ? എന്താണ്? ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ലാതെ വരും. പണ്ട് പീലിപ്പോസിനോട് ചോദിച്ചില്ലേ, പീലിപ്പോസേ, ഇത്രകാലം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും നിനക്കെന്നെ മനസ്സ്. അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഈശോ. അത് ഇവിടുത്തെ കാത്തലിക്സിനോടും ക്രിസ്ത്യൻസിനോടും ഈശോ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു അനുഭവത്തിന് വേണ്ടി കെട്ടിച്ചാടുമ്പോൾ കർത്താവ് ഈ പാസേജ് ചോദിക്കും നിങ്ങളേക്കാൾ. ഒന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ആരാധന, സ്നേഹരാജാവേ, ഇന്നും സ്നേഹത്തിൻ പൂനിലാവേ, ഇന്നുള്ളിൽ സൂപ്പർ പാട്ടാണ്, നന്നായിട്ട് പാടുക എല്ലാവരും. സ്നേഹരാജാവേ, സ്നേഹത്തിൻ പൂനിലാവേ, ഇരുളിൽ യോഹന്നാൻ 14:8-9 തിരുവചനങ്ങൾ. യോഹന്നാൻ 14:8-9 തിരുവചനങ്ങളാ. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ അതായത് ആ ചോദ്യത്തിൻ്റെ എല്ലാ വിഷയവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആയിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അനുഭവത്തിന് വേണ്ടി വർഷങ്ങൾ ദൈവത്തിൻ്റെ ഈ വിശ്വാസം ജീവിച്ചിട്ടും ഒരു അനുഭവം കിട്ടാത്തതിൻ്റെ ഇപ്പോഴുള്ള വിഷയത്തിന് ഒരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ നീ പ്രാർത്ഥന കുറക്കുകയോ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ശൈത്യം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ അസസ്മെൻറ്റ് നെഗറ്റീവിലേക്ക് പോകും. അതെപ്പോഴും ഓർക്കണം. ഞാൻ എപ്പോഴും പറയണമെന്നത് സ്പിരിച്വാലിറ്റി ഈസ് എ ഇൻ്റലിജൻ്റ് ബിസിനസ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വിനിമയം, ബിസിനസ് വെച്ചാൽ മോശം കച്ചവടം എന്ന അർത്ഥത്തിലല്ല, വിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടാണ് ഈ വിഷയത്തിൽ ഒരു അഭിമുഖത്തിന് സമയം കുറിക്കണത്. അപ്പോൾ ദൈവമായിട്ടുള്ള ഈ വിനിമയത്തിൽ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവിടെ നയതന്ത്രത്തിനൊന്നും ബലമില്ല. കാര്യം നയതന്ത്രം എന്ത് പറഞ്ഞാലും ആ നയതന്ത്രം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടും. ചില ആൾക്കാർ മൗനം പാലിക്കും.
അപ്പോഴും നിങ്ങളുടെ മനസ്സ് അവർക്കെതിരാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. ഇപ്പം ഡിപ്ലോമാറ്റിക് സൈലൻസ് കീപ്പ് ചെയ്യത്തില്ലേ? നമ്മൾ പറഞ്ഞത് വേണ്ട, അപ്പം പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കും. അത് മനുഷ്യന്മാരോട് നമുക്ക് അങ്ങനെ ചെയ്യും. ഡിപ്ലോമാറ്റിക് സൈലൻസ് മനുഷ്യനോട് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞത് വേണ്ട, ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ അവസാനം എന്ന് പറയും. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സൈലൻസ് ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ്റത്തില്ല. ഫേക്ക് ഉടനെ ഫേക്ക് എന്ന് അടിച്ചു വരും. ദ പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി ഫേക്ക്. ഇയാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് ഇനി മേൽഗതിയില്ല എന്ന് പറയും. അത് ദൈവമായിട്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എല്ലാ വിഷയങ്ങളും. അല്ല ഒന്ന് വിചാരിച്ച് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അതാണ് പറയുന്നത്. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്നുമ്പോൾ തന്നെ ഞാനത് അറിയുന്നു എന്നാണ്. അപ്പോൾ കാരണം ഈ ചിന്ത ദൈവം കണ്ടതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം. അത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കുന്നവർ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഒരു ചിന്ത നിൻ്റെ മുമ്പിൽ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ആരാധന ആരാധന ആരാധന. 139 സങ്കീർത്തനം 4 തിരുവചനം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് ആദ്യം ദൈവത്തെ നമ്മൾ അടിച്ചു വരും. ഈ സാധനം നിങ്ങൾ പറയണത് അടിച്ച് മനസ്സിൽ ഇരിക്കണത് തമ്മിൽ രണ്ടും രണ്ടാണെങ്കിൽ നിങ്ങളെ ഫേക്ക് എന്ന് പറയും, കാപട്യം പറയും. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരും പിടിക്കപ്പെടുന്ന കാര്യം കാപട്യം ഉള്ളവർക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. ബേസിക്കായിട്ട് കാപട്യമുള്ള ആൾക്കാരുണ്ടാവില്ല. എല്ലാ കാര്യവും മതിൽ ഗേറ്റ് തുറന്നു കിടന്നാലും മതിൽ ചാടി വരുന്ന ആൾക്കാരില്ലേ, അവരങ്ങനെയാണ് പഠിച്ചിരിക്കണത്. ഇങ്ങനെ തുടരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഒരു കാര്യം നേരെ ചൊവ്വേ പറയണത്. എൻ്റെ സ്വഭാവം നേരെ ചൊവ്വേ പറയും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നേരെ ചൊവ്വേ പറയും. ചില ആൾക്കാർ പറഞ്ഞില്ലെന്ന് വരുത്തും, പറഞ്ഞെന്നും വരുത്തും, കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങിയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പണിപിടി കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവമായിട്ടുള്ള, അതായത് ഡീൽ ഓർ നോട്ട് ഡീൽ പോലെയാണ്. അതാണ് വിഷയം. നമുക്ക് രണ്ട് ഒന്ന് ഒരു അംബിഗസ് ഉത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡീലിങ്സും സത്യസന്ധമാകാൻ വേണ്ടി നോക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള എല്ലാ വിനിമയങ്ങളും സത്യസന്ധമാകാനും ആ സത്യം എനിക്ക് കേടായി ഭവിച്ചാലും അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് സത്യത്തിൽ തന്നെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. സഹിച്ചും വചനം പാലിച്ചു മുന്നേറുവാൻ ഈ ആരാധനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്. ക്രിസ്ത്യൻസ് ആൻഡ് നോൺ ക്രിസ്ത്യൻസിന് ശരിക്കും പെട്ടെന്ന് അനുഭവജ്ഞാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവജ്ഞാനങ്ങൾ നേരത്തെ പലതും കിട്ടിയിരിക്കുന്ന കാരണം നിങ്ങളോട് അറിവ് വർദ്ധിക്കാൻ ദൈവം പറയും. അതുകൊണ്ട് നിങ്ങൾ ധ്യാനം മര്യാദയ്ക്ക് കൂടി ഈ വിഷയത്തിൽ നല്ല ബോധ്യങ്ങൾ കിട്ടണം. കാര്യം നമ്മളെ സംബന്ധിച്ചുള്ളതും ദൈവം നോക്കണ കാര്യവും നമ്മൾ നോക്കുന്ന കാര്യവും രണ്ട് എൻഡാണ്. ആ പ്രശ്നം. ദൈവം നോക്കുന്ന ഇടങ്ങളും നമ്മൾ നോക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്.
അത് എന്നാണ് ഒന്നായി വരുന്നത് അന്ന് ഉടമ്പടി ഫയറാകും. ദൈവം പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്. കാര്യം ഒരു വിഷയത്തിന് രണ്ട് ലക്ഷ്യങ്ങൾ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ദൈവത്തെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യങ്ങൾ മാറ്റേണ്ടി വരും. അതായത് എപ്പോഴും ഉടമ്പടി ഫയറാകുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും രണ്ടാകരുത്. ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും നമ്മൾ ഈ പ്രക്രിയയിലൂടെ പതുക്കെ ഒന്നായി കൊണ്ടുവരാനുള്ള ഈ മൽപ്പിടുത്തവും ബലംപിടുത്തവും നടത്തേണ്ടത് ദൈവമല്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല ദൈവം. കാര്യം മാറ്റത്തിന് വിധേയമല്ലാത്തത് കൊണ്ട് മാറ്റത്തില്ല. പിന്നെ അപൂർവം വല്ല മോസസിനെ പോലെയുള്ള ആൾക്കാർ നീ പറഞ്ഞ കാര്യവും തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കണമെന്ന് ദൈവം പറയും. അത് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് മോസസിനുള്ളതാണ്. ജനങ്ങളെല്ലാം ഈ മനുഷ്യനെ ചവിട്ടി കീറി ദൈവത്തിന് വേണ്ടി ആ മനുഷ്യൻ ഒരു പിണമായി മാറിയതൊക്കെ ദൈവം കണ്ണു നിറഞ്ഞ് കണ്ട കാഴ്ചകളാണ്. അതുകൊണ്ടാണ് മോസസിന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ദൈവം അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്ത് തരും നമുക്ക്. പക്ഷെ അവിടുത്തെ പ്രോബ്ലം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ദൈവഹിതം ഏറ്റെടുത്ത് നാട്ടുകാരുടെ ചവിട്ടുപിടിയും മേടിച്ച് വീട്ടുകാരിലെ ഒറ്റപ്പെടുത്തലെ കിട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കണം. അതും ഒരു നിക്ഷേപ സാധ്യതയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവതിരുസന്നിധിയിൽ നിക്ഷേപമെന്ന് ഈശോ പറയും. ആ വാക്ക് ഈശോ ഉപയോഗിക്കണം 12:21 തോന്നുന്നത്. നിക്ഷേപം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അതിന്. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകാൻ ശ്രദ്ധിക്കാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മത്തായി 6:19-20 തിരുവചനങ്ങൾ. മത്തായി 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. നിക്ഷേപങ്ങൾ കരുതി വെക്കുക. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തട്ടുംപുറത്തുള്ള മുകളിലുള്ള പരിപാടിയാണ്. അവിടെ എങ്ങനെ കൊണ്ടുപോയി എന്തോ നിക്ഷേപിക്കണേ, ഇങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. സ്വർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സിൽ നിനക്ക് വേണ്ടി നിധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ മനസ്സാണ് സ്വർഗം. അവിടെ എന്താണ്? നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉള്ള എവിടെയാണ്? കർത്താവിൻ്റെ മനസ്സിലാണ്. അതാണ് നമ്മുടെ സ്വർഗം. ഈശോയുടെ മനസ്സിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകണം. മോസസിനൊക്കെ ഉണ്ടായ ഗുണമെന്ന്, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ ചെയ്തു തരും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 33:17. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു സർട്ടിഫിക്കറ്റ്, ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ട് പറയും എന്താണ്? നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണ്? കൃപയാണ്. അതാണ് പ്രീതി എന്ന് പറഞ്ഞത്, പ്രസാദം. നീ എൻ്റെ പ്രസാദം നേടിയിരിക്കുന്നു. കാര്യം എന്താണ്?
എനിക്ക് നിന്നെ നന്നായി അറിയാം. അതാണ് വിഷയം. നന്നായി അറിയാമെന്ന് പറഞ്ഞത് ഈ മോസസും അഹ്റോനും തമ്മിലുള്ള, മോസസിൻ്റെ വൈഫും മോസസുമായിട്ട് തമ്മിൽ ഈ മോസസിൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വരികയും അങ്ങേരുടെ സമയം മുഴുവനും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നീതിനകത്ത് വലിയ കേമത്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ മനുഷ്യരെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഈ മോസസിൻ്റെ വൈഫ് ഭയങ്കര ശണ്ട ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ജത്രോയുടെയും ഒക്കെ സപ്പോർട്ടുണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട് ഈ അമ്മായിയപ്പൻ്റെയൊക്കെ. അപ്പം ഇങ്ങനെ ചില സമയത്ത് കുടുംബത്തിൽ തന്നെ മോസസ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ പബ്ലിക്കായിട്ടും താൻ ആർക്ക് വേണ്ടിയാണ് നിന്നത് ആ ജനത മോസസിനെ ഇങ്ങനെ അവർക്ക് വിശപ്പും പട്ടിണിയൊക്കെ വന്നപ്പോൾ അത് മോസസ് ഇങ്ങനെ വഴി നടത്തുന്നത് തെറ്റായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനങ്ങളെല്ലാം ഇവനെതിരെ നിൽക്കും, ജനങ്ങളെല്ലാം മോസസിനെതിരെ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴികളിലൂടെ മോസസിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ചവിട്ടക്കുത്തുമൊക്കെ മേടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഈ കാണ്ട് മോസസിലും കാണിച്ചിട്ടില്ല. അതാണ് മോസസിൻ്റെ ഒരു വിജയം. നിങ്ങളെപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ സഹിച്ച സഹനങ്ങളൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഹനത്തിൻ്റെ കാർഡ് ദൈവത്തെ കാണിച്ച് വരട്ടരുത്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യവും ദൈവത്തെ അറിയാം. ദൈവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലെയിം ഉണ്ടാക്കരുത്. മോസസിൻ്റെ സഹനങ്ങളെക്കുറിച്ച് എടുത്ത് ജനങ്ങൾ മോസസിനെ വെറുക്കണതും ഉപദ്രവിക്കുന്നതായിട്ട് ഭാഗങ്ങൾ അത് കേൾക്കേണ്ടതാണ് നിങ്ങളെ. അപ്പോൾ ഒരിക്കലും മോസസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് പറയും മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ബൈബിൾ അങ്ങനെ ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. പക്ഷേ എന്നാലും മോസസിന് ഭയങ്കരമായി മോസസ് പറയും ഭൂമിയിലെ മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലാഞ്ഞെന്നൊക്കെ പറയും. അപ്പം വ്യക്തിപരമായിട്ട് ഇയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ജനങ്ങൾ ചവിട്ടിക്കൂട്ടുമ്പോഴും വീട്ടിൽ തികത്തുമ്പോഴും പൊള്ളുമ്പോഴും ഈ മനുഷ്യൻ പൊള്ളുന്ന കാര്യമോ ജനങ്ങളെ മുറിപ്പെടുത്തിയ കാര്യമോ ദൈവത്തോട് പറയത്തില്ല. എന്നിട്ട് ചിരിച്ചതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തീർക്കും. അതാണ് പറയണത് അവനെപ്പോലെ സൗമ്യൻ ആരും ഇല്ലെന്ന്. സൗമ്യത എന്ന് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ മോസസ് കാണിച്ചതാണ് സൗമ്യത. നമ്മൾ പറയണതല്ല. എന്താണ് സൗമ്യത എന്ന് വെച്ചാൽ മോസസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം മോസസാണ്. ഇവിടെ കുറച്ച് ചോദിക്കട്ടെ. ഹല്ലേലൂയ. സംഖ്യ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സംഖ്യ 12:1. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അതിന്റെ വിഷയം അതായത് മോസസിന്റെ പാളയത്തിൽ പടയാണ്. ഭാര്യയും ബന്ധുക്കളും വീട്ടിലുള്ള ആൾക്കാരും എല്ലാം മോസസിനെതിരെ വരികയാണ്. എന്നിട്ട് ഇവരുടെ വർത്തമാനങ്ങളെല്ലാം, പക്ഷെ മോസസ് ദൈവത്തോട് പറയത്തില്ല എനിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നുള്ള കാര്യം പറയത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിഷയം. കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും ശരീരം വേദനിച്ചിരിക്കുമ്പോഴും സൗമ്യത കൈവിടാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ദൈവത്തിന് മോസസിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മോസസ് ദൈവത്തോട് പറയത്തില്ല. പക്ഷേ ബൈബിൾ വചനം എന്താ പറയണത്? മോസസ് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അത് കേട്ടെന്നാണ്. അതാണ് വിഷയം. അപ്പം നമ്മൾ ഒത്തിരി പറയാൻ നടക്കരുത്. പെയ്ത് പെറുക്കി നമ്മളെപ്പോഴും ഓർത്തേക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പത്രം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ അവർ തെറി വിളിക്കും, തോന്നിവാസം പറയും. വീട്ടിൽ തന്നെ ആങ്ങളെ പറയും നിനക്ക് തലക്ക് ഭ്രാന്താണ്, 10 രൂപ നടക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലെന്ന്. അപ്പം നിങ്ങളുടനെ അവിടെ കടുത്തേക്ക് കയറാൻ നിൽക്കുകയോ വിശ്വാസത്തിന് വേണ്ടി നീ സഹിച്ച സഹനങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് അത് ബാർഗെയിൻ ചെയ്ത് ക്ലെയിം ആക്കുകയോ ഒന്നും ചെയ്യരുത്. അല്ല, ആ കാണേണ്ട പാട്ടി കാണുകയും
അക്കൗണ്ട് ആകേണ്ട ഫലത്തിൽ അക്കൗണ്ട് ആകുകയും ചെയ്യുന്നുണ്ട്. മോശത്തിനെ കണ്ടാൽ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് സഹനങ്ങളെക്കുറിച്ച് അത് ഷെയർ ചെയ്യാനുള്ളതല്ല എന്നാണ് വചനത്തിൻ്റെ ഒരു നിലപാട്. ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അത് ഷെയർ ചെയ്യാനുള്ളതല്ലെന്ന് മനസ്സിലായ? അതാണ് അമ്മയും അങ്ങനെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് തന്നോട് തന്നെ പറഞ്ഞതാണ്, അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞതല്ല വിഷയം. നമ്മുടെ പല ഈ ഇന്ധന ചോർച്ചയും സംഭവിക്കുന്നത് അങ്ങനെയാണ്. പ്രസാദപര ചോർച്ച സംഭവിക്കുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നാട്ടുകാരോട് പറയും, വീട്ടുകാരോട് പറയും. പക്ഷേ ദൈവത്തിന് വേണ്ടി സഹിച്ച കാര്യങ്ങളാ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ സഹിച്ച കാര്യങ്ങളാ, എനിക്കങ്ങനെ സംഭവിച്ചു, എന്നോട് അങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോണത് ഇന്ധനച്ചോർച്ച വരും. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച എന്ന് പറയത്തില്ലേ, നിലത്തിറക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് സംഭവിക്കുന്നത്. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച വന്നാൽ നിലത്തിറക്കിയെന്ന് കണ്ട വിമാനത്താവളത്ത് ഇറക്കേണ്ടി വരും. മനസ്സിലായി? അതുപോലെയാണ് നമ്മൾക്ക് ഇന്ധനച്ചോർച്ച, കൃപാവര ചോർച്ച സംഭവിക്കരുത്. കൃപാവര ചോർച്ച സംഭവിക്കുകയാണത്. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി സഹിച്ച സഹനങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഒരു സഹായ അനുഭൂതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ധനച്ചോർച്ച ചെയ്യും. അമ്മ പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞ ഒരു കാര്യം, മറിയം സൂക്ഷിക്കണം, ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയിലൂടെയാണ് നിൻ്റെ സുവിശേഷ സാക്ഷ്യം പോകണത്. അതുകൊണ്ട് നിനക്ക് ആരും ഇല്ലാത്തപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഉള്ളപ്പോൾ നീ അപ്പായോടല്ലാതെ വേറെ ആരോടും പറയരുത്. കാര്യം അപ്പായാണ് ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. അപ്പായോട് പറഞ്ഞെന്നാണ് ഈ പറയണത്. മറിയം ആ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞു, അതിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹാനുഭൂതി നിനക്ക് കിട്ടത്തില്ലേ, അതാ അപ്പം പ്രസാദപരം ചോർന്നു പോകും. അതാ ഇന്ധന ചോർച്ചയെന്ന് പറയണത്. അപ്പോൾ കണ്ട സ്ഥലത്ത് ഇറക്കേണ്ടി വരും, യാത്ര മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പാലിക്കാൻ, അങ്ങയുടെ വചനം പാലിക്കുവാൻ, സുവിശേഷ സാക്ഷ്യത്തിനായി ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങള് നിന്നോടുള്ള സ്നേഹത്തിന്റെ വിഷയമായതിനാൽ നിന്നോട് മാത്രം ഷെയർ ചെയ്യാൻ പരിശുദ്ധ അമ്മയെപ്പോലെ എന്നെ അഭ്യസിപ്പിക്കണമേ. അതായത് ഇപ്പം ഈശോ ഒരിക്കൽ പറഞ്ഞില്ലേ, ഈശോ എന്താ പറഞ്ഞത്? അതായത് സ്നേഹത്തിന് വേണ്ടി അല്ലേ, 15:13 യോഹന്നാൻ 15:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ, യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഇത് ഈശോ ചുമ്മാ ഒരു അതായത് വേറെ ഒരു കാര്യമായിട്ട് നിന്ന് ഇപ്പം നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നല്ല സമറിയക്കാരനെ ആ കഥ കേൾക്കില്ല, ലുക്ക 10ാം അധ്യായത്തിലുള്ള ആ കഥയിൽ എന്താ പറയണത്? നല്ല സമറിയക്കാരൻ അയാൾ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതിനെ മൃതപ്രായനാക്കി പൈസ അടിച്ചു മാറ്റി. അപ്പോൾ ഒരു സമറിയക്കാരൻ വന്ന് ഇയാളെ എണ്ണയും വീഞ്ഞ് ഒഴിച്ച് വ്രണങ്ങളെല്ലാം കഴുകി കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചതാണ് സഭ. അപ്പോൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നൊരു കഥയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വേണേൽ പറയാം. അവിടെ അത് പറയാനായിട്ടില്ല. എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു വാചകമാണ്. കാര്യം സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. പക്ഷേ ഈശോയുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക വ്യാപാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക വ്യാപാരം പുറത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ 15:13 ഒന്നൊരു വായിച്ച്, അതിൻ്റെ മുകളിലും താഴെ ഒന്ന് വായിച്ചേ. 15:12 15:14 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യോഹന്നാൻ 15:12 മുതലുള്ള തിരുവചനങ്ങൾ.
ഇതാണ് എന്റെ കൽപ്പന. ഇതാണ് എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതിന്റെ ഇനി പറയണ 15-13 പറയണ എന്താണ്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇതിന്റെ വിഷയം എന്ന് പറയണത്, നമ്മൾ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന്റെ പിന്നിലെ എന്താണ് അതിൻ്റെ സത്യം എന്താണെന്ന് ഈശോ പറയാം. അതാണ് എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ വായിച്ച് 15-12 വായിച്ച്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് 2 കാര്യങ്ങളാണ്. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്, അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്. ഈ അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് മിസ് ചെയ്യരുത് നിങ്ങൾ. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ എന്താ ഉള്ളത്? അതായത് ഈശോ നമ്മളെ ഈശോ പറഞ്ഞു നോക്കണത് എന്താണ്? ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള കാരണവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണത്തിൻ്റെ എന്താ കാരണം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് വിഷയം. അപ്പോഴേ നമ്മളെ ഉടമ്പടിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരോടുള്ള സ്നേഹം? ഈശോ നമ്മളെ സ്നേഹിക്കുന്ന കാരണം എന്താ? ഈശോ നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം പിതാവ് ഈശോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ അത് അതായത് അത് അറിയണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 10-17 എടുത്തേ. അതായത് യോഹന്നാന്റെ 10-17. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ അനുഭവിച്ച ഒരു അനുഭവം. നിങ്ങൾ എന്ത് IELTS പാസ്സായാലും, ജപ്തി നടപടി മാറിയാലും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയണത് ദൈവത്തെ ലക്ഷ്യമായിട്ട് സിംഗിളായിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഈ വസ്തുവകളിൽ നേടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതിനകത്ത് തീരും. പറഞ്ഞ മനസ്സിലായില്ലേ? അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം, അവിടെ നിയോഗങ്ങളാണ് അവിടെ ലക്ഷ്യം. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നിയോഗമല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താ? അതായത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉടമ്പടിയുടെ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? നിങ്ങൾ എന്തെന്ന് പറയണം? ദൈവത്തെ. അതാണ് വിഷയം. അതാണ് ലക്ഷ്യം സിംഗിളാകണത്. അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് സിംഗിളായിരിക്കണം. രണ്ടായിട്ട്. ഇപ്പോൾ ചില ആൾക്കാർ കാണത്തില്ലേ, ചില ആൾക്കാർ എൻ്റെ കണ്ണെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ച്, എന്ത് പറ്റി? എനിക്ക് ഡബിൾ വിഷനാണെന്ന്. ഒരാളെ 2ആയിട്ട് കാണുമെന്ന്, ഒരാളെ 2ആയിട്ട് കാണും. അതാണ് ഡബിൾ വിഷൻ. അപ്പം അതുപോലെ നമ്മൾ ഈ 2ആയിട്ട് കാണരുത്. നിങ്ങളെ ലക്ഷ്യം, നിങ്ങളുടെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, അതിനാണ് ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ദൈവം അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചപ്പാടല്ല. പിന്നെന്താണ് ഈ 10-17 സംഭവിക്കുന്നത്? കാര്യം ഒന്ന് വായിച്ചേ. 10-17. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വീക്ഷണ കോണുണ്ട്. പിതാവ് നമ്മളെ സ്നേഹിക്കണം. അതെന്താണ്? അതായത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്ന കൊണ്ടാണ് പിതാവ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ പ്രതി സ്നേഹിക്കുന്നൊരു വ്യക്തിയായാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവത്തെ പ്രതി മനുഷ്യരെയും ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിലെ ഒരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോടെ സ്നേഹത്തെ പ്രതി നമ്മൾ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പിതാവ് നമ്മളെ സ്നേഹിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ ഓക്കെയാണ്. പക്ഷെ നിയോഗങ്ങളെ നിങ്ങൾ ഉടമ്പടി വെക്കുമ്പോഴും ഈ നിയോഗങ്ങൾ ശരിക്കും
അതായത് പുള്ളിങ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് വണ്ടി വലിക്കണില്ല എന്ന് പറയത്തില്ലേ? ഇപ്പം ചില വണ്ടിയൊക്കെ ആയിരിക്കുമ്പോൾ പറയല്ലേ, ഞാൻ വണ്ടി മാറി കയറുമ്പോൾ ഞാൻ പറയും ഈ വണ്ടി വലിക്കണില്ലല്ലോ എന്ന് പറയും. അതിന് പുള്ളിങ് ഇല്ലെന്ന് പറയും. എൻജിൻ ഈ സാധനം വലിക്കണില്ല, ഭയങ്കര നമ്മൾ ഏതാണ്ട് ഇങ്ങനെ ലാഗ് ചെയ്യണ പോലെ തോന്നും. ഉടമ്പടി ലാഗിങ് വരുന്നുണ്ട് ചില ആൾക്കാർക്കെങ്കിലും. ഉടമ്പടി വല്ലാതെ രീതിയിൽ താമസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിയോഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 10-17 ഇതിൻ്റെ ഒരു ഫോർമുല കിടക്കുന്നത്. എന്താണ്? പിതാവ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിതാവ് എന്നെ സ്നേഹിക്കുന്ന ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിതാവ് നമ്മളെ സ്നേഹിക്കാൻ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ ബൈബിളിൽ ഒരു സിംഗിൾ ഗ്രൗണ്ടേ ഉള്ളൂ. ക്രിസ്തുവിന് പോലും അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. കർത്താവിന് വേണ്ടിയും വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഷ്ടപ്പെട്ടും തെരുകേട്ടും തന്തക്കുവിളി കേട്ടും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ ഈ ഇങ്ങോട്ടുള്ള പിടുത്തം വരത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അതായത് നിഗൂഢമായ പോയിൻ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജർമ്മനി പോകണം എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നാൽ ഈ സാധനം വളരെ സ്ലോ ആയിരിക്കും, പുള്ളി കിട്ടത്തില്ല. മറിച്ച് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ ഈ സാധനം മൂവാകും. നമ്മുടെ ഈ സമീപനത്തിന് വരുന്ന പ്രശ്നമാണ്. ഉടമ്പടി പക്കയാണ്, പക്ഷേ അത് കയറി ആവശ്യമില്ലാത്തൊരു കയറി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് കുഴപ്പം. ആവശ്യമില്ലാത്തവരെന്ന് പറഞ്ഞാൽ എന്താണ്? വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതെല്ലാം അറിയേണ്ടത്. അവർക്ക് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാൽ മതി എന്നുള്ള ചിന്ത വന്നാൽ ഉടമ്പടി സ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളെക്കാൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് സാക്ഷ്യം വഹിക്കുന്നത് നിയോഗമാക്കിക്കൊണ്ട് ഉടമ്പടിയെ ലക്ഷ്യങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അതായത് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതിന് പ്രാധാന്യം കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്യും. എബിൻ്റെ സാക്ഷ്യം കുറിച്ചിന്ന് ചങ്ങനാശ്ശേരി. ഇപ്പോൾ എബിൻ എന്ന് പറയുന്നത് എബവ് ആവറേജ് കാത്തലിക്കാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കൗദാശ ജീവിതമുണ്ട്, പള്ളിപ്രവർത്തനങ്ങളുണ്ട്, എല്ലാം ഉള്ളൊരാളാണ്. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു ആകർഷണം തോന്നിയില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി സെൽഫ് കണ്ടൻറ്റഡാണ്. കാര്യം ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ദൈവമായിട്ട് നല്ല ധാരണയിലെത്തിയിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണത്, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴായാലും ദൈവം എന്നെ സഹായിച്ചോളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടിയിൽ ഇങ്ങനെ അറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് എന്താ ഉടമ്പടിയിലുള്ളതെന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ജോലി കാര്യങ്ങൾ, പുള്ളി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്.
പക്ഷെ ജോലി കണ്ട അത്രയ്ക്ക് നാട്ടിലെ ജോലി അങ്ങനെ ഒക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി ശരി എന്നാൽ UAE പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം UAE പോയി. അവിടെ 6 മാസം ഓരോരോ കമ്പനികളിൽ ജോലി അന്വേഷിച്ചും അതിൻ്റെ റെസ്യൂം കൊടുത്തും ഇൻ്റർവ്യൂവിന് പോയും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1-2 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അങ്ങനെ കുറേ അപ്പോൾ ആൾക്കാർ പിന്നെ പറയും സാരമില്ല 6 മാസമൊക്കെ ഇൻ്റർവ്യൂവിന് പോകേണ്ടി വരും, ഒരു 10-50 കമ്പനി പോയാലേ നമുക്ക് ഒരു കമ്പനി ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. എന്താണ്? നമ്മൾ തിരിച്ചറിയും നമ്മൾ ആർക്കും വേണ്ട, നമ്മുടെ ജീവിതം ഇങ്ങനെ നിന്ന് കുലച്ചു പോകുകയുള്ളൂ, നമ്മളീ പറഞ്ഞതൊക്കെ വെറുതെയാണ്, ഞാനിങ്ങനെ എനിക്ക് ജോലി കിട്ടാമെന്ന് എന്ത് ചെയ്യും, ജോലി കിട്ടിയാൽ പിന്നെ പെണ്ണ് കിട്ടത്തില്ല, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കുടുംബ ജീവിതമില്ല. അതൊന്നും പുള്ളി പെട്ടെന്ന് വിറച്ചു പോയി. ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വിറക്കുമല്ല. പുള്ളി ഉടനെ തിരിച്ചു പോന്നിട്ട് നാട്ടിൻപുറത്ത് പോലെ ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാട്ടിൻപുറത്ത് ജോലി അന്വേഷിക്കാനും പുള്ളിക്ക് കിട്ടണില്ല. അപ്പോഴങ്ങ് ആരോ പറഞ്ഞത്, അമ്മ പറഞ്ഞെടാ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. എബിൻ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രത്യേകിച്ച് സാധാരണ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാളിന് ഉടമ്പടി പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് പക്ഷേ ഇവർക്ക് ഈ നാട്ടു ക്രിസ്ത്യാനിക്ക് നടക്കത്തുമില്ല. ഉടമ്പടി പ്രത്യേകിച്ച് സംഭവമുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുഗ്രഹമൊക്കെ വേണം. അത് നാട്ടു ക്രിസ്ത്യാനി ഇപ്പം ഞാൻ നല്ലവണ്ണം കുടുംബ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞങ്ങൾക്ക് കാരികസതുണ്ട്, എനിക്ക് കാരികസ റാങ്ക് കിട്ടിയ ആളാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായുള്ള നല്ല കത്തോലിക്കരാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ ജന്മം പോരാതെ വരും. അതാണ് വിഷയം. നമ്മൾ അറിയത്തില്ല സംഭവം. അതായത് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഒരു ശരാശരി കത്തോലിക്കൻ ചെയ്യണത് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ വളരെ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ഒറ്റ ചോദ്യത്തിന് 20 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെയും ചോദ്യം കിടപ്പുണ്ട്. അത് എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണമെങ്കിലേ അപ്പം മാത്രമേ നമ്മുടെ കള്ളനും വെള്ളി നീ കറക്റ്റ് ആളാണ് കർത്താവിൻ്റെ അല്ലേന്ന് അറിയത്തുള്ളൂ. ആൾക്കാർ എഴുതുന്നതൊക്കെ ചോദ്യം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യമൊക്കെ ചുമ്മാ കണ്ണും പൊട്ടി കറക്കി കുത്തി എഴുതിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു 40 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. വളരെ സത്യസന്ധതയുള്ള കുടുംബമാണ്. ഈ ദൈവദരിസന്നിധി സത്യസന്ധതയുണ്ടെങ്കിൽ ഈ മിന്നൽ പോലെയാണ് അനുഗ്രഹം വരണത്. അന്ന് രാത്രി ഒരു ദിവസം ഈ നന്ദനയുടെ അമ്മ പെര അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, പകല് ഒരു പെര അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ നന്ദന അമ്മയ്ക്ക് അവർക്കൊരു സങ്കടം വന്നു. അവിടെ ഒരു ദീർഘനിശ്വാസമാണ്. ഇപ്പം ദീർഘനിശ്വാസമാണെങ്കിലുമേ ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹം കൊണ്ട് ദൈവം അനുഗ്രഹിക്കാൻ പോകുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഒരു സങ്കടം വരും. നമുക്ക് അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരാൻ പോകണമെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണം ചില സമയത്ത് സങ്കടമായിട്ടായിരിക്കും. അതിങ്ങനെ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്ത് സങ്കടം എന്താണെന്നറിയാമോ? അവളിങ്ങനെ അവളെന്ന് പറയാൻ പറ്റില്ല, അത് ആ ചേച്ചി ഇങ്ങനെ മുറി തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദീർഘനിശ്വാസം വന്ന്. എന്താ കാര്യം? അവരുടെ ചേച്ചി അനിയത്തിമാർക്കെല്ലാം നല്ല വീടുകളുണ്ട്. അതാണ് ഒരു സങ്കടം. അപ്പോൾ ഇവൾക്ക് കെട്ടപ്രായമായ മകളുണ്ടെങ്കിലും ആ മകൾ പറഞ്ഞ പോലെ സർക്കസ് കൂടാരം പോലുള്ള വീടാണ്, ചോരുകയൊക്കെ ചെയ്യും. അപ്പം അത് ഇത്രയും വലിയ മക്കൾ ഉണ്ടായിട്ടും അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അമ്മയുടെ സങ്കടം എന്ന് പറയുന്നത് വല്ലാത്തൊരു സങ്കടമാണ്. അവർക്ക് മുറി തൂക്കാൻ പറ്റാതെ ഇങ്ങനെ പ്രതിമയെപ്പോലെ നിൽക്കണം അവിടെ സങ്കടപ്പെട്ട്. അതിനെന്താ പറയണത്? എന്നിട്ട് അമ്മയോട് അമ്മേ കൃപാസനം മാതാവേ, അമ്മയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൃപാസനം മാതാവാണ്. അമ്മേ കൃപാസനം മാതാവേ, എനിക്കൊരു വീടിതാ, എൻ്റെ ചേച്ചിക്കും അനിയത്തിമാർക്കും എല്ലാം നല്ല വീടില്ലേ. എന്നിട്ട് ഇവർ ചങ്കക്കുള്ളൊരു വർത്തമാനം പറയും, എനിക്ക് ഒരു വീട് തന്നാ. പിറ്റേ ദിവസം അമ്മ എന്നെ വിളിച്ചു, ഞാൻ വന്നോളാം, ഒരു ദിവസമെങ്കിലും ഈ മക്കളുടെ കൂടെ
ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ അമ്മ വിളിക്കുന്ന സ്ഥലത്ത് വരാൻ പറയും. അതൊരു പ്രാർത്ഥനയാണ്, വെച്ചാൽ ചങ്കക്കൊള്ളണ ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ട് ഇവർക്ക് പുളിയില്ല, ഇത് മുളകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്തപ്പൊരിക്കണ ചേട്ടനെ വിളിക്കാൻ വേണ്ടി, ഓർപ്പിക്കാൻ വേണ്ടി ചേട്ടനെ വിളിപ്പിക്കും. ഇന്ന സാധനം ഇല്ല, കാപ്പിപ്പൊടിയില്ല, തേയിലൊക്കെ നിങ്ങൾ വിളിക്കത്തില്ല, അതുപോലെ ഇവർ വിളിക്കും, ഇന്ന സാധനം എടുത്തു. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ബിസിയാണ്. ആ സെക്കൻഡിന് കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ തിരിച്ച് വിളിക്കും. എന്താണ് വിളിച്ചത്? അല്ല, ഇന്ന സാധനം ഇല്ലെന്ന് പറയാൻ. പിന്നെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുകയായിരുന്നു, നീ വിളിക്കുമ്പോൾ നമ്മുടെ വീട് ശരിയായെന്ന് പറയും. ഇതിൻ്റെ സ്പീഡ് കണ്ട, ഇതാണ് സ്പീഡെന്ന് പറയുന്നത്. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി കുടുംബത്തോട് കയറി നിൽക്കുമ്പോൾ മനോഹരമായൊരു വീട്ടിൽ, അമ്മ കൊടുത്ത വീട്ടിൽ നിന്നാണ് അവരിറങ്ങി വന്നിരിക്കുന്നത്. നിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ആ തീരുമാനം സത്യസന്ധമായ മാത്രം മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ചങ്കുപിളർന്നതാണേ നിനക്ക് തന്നതാണേ, ചങ്കുപിളർന്നതാണേ നിനക്ക് തന്നതാണേ. പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. ചങ്കുപിളർന്നതാണേ നിനക്ക് തന്നതാണേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ
രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടങ്ങി വെച്ചിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചെയ്ത് പാടാം. നിന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ
എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ 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 സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ ആരാധനയിലുടനീളം നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം, ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും നൊമ്പരങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈ ആരാധനാ മണിക്കൂറിൽ ഈശോയെ നിനക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ, നിന്റെ കൃപകൾക്ക് വേണ്ടി ആഴമായി ഈശോയെ ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ സ്നേഹം, ഞങ്ങൾ രുചിച്ചറിഞ്ഞ ദൈവസ്നേഹം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പങ്കുവയ്ക്കുവാൻ ഈശോയെ പ്രത്യേകമായ ശുശ്രൂഷകൾ നൽകി ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന ആരാധന ഹല്ലേലൂയ 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 അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ല